ശബരിമലയിൽ 21 വർഷം വെട്ടിത്തിളങ്ങിയ സ്വർണ്ണപ്രഭ ചെമ്പാക്കാൻ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഗൂഢാലോചന നടന്നതായി സംശയം. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത്തരമൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. 2019 നവീകരണത്തിനെന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ചോദ്യം ചെയ്യാൻ അക്കാലത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പോലും തയ്യാറാകുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. 1998 വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു നൽകിയപ്പോഴാണ് ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞത്. 2019 വരെ എല്ലാ മാസപൂജകളുടെയും മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങളുടെയും ചിത്രങ്ങൾ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു. ഇതിലെല്ലാം സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളാണുള്ളത്. ജസ്റ്റിസുമാരായ രാജ ജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ചിന്റെ സെപ്റ്റംബർ 15 ഉത്തരവിൽ രണ്ടാം ഖണ്ഡികയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ 1998 സ്വർണം പൊതിഞ്ഞിരുന്ന വിവരമുണ്ട്. ദേവസ്വം ബോർഡ് കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരാമർശം. എന്നാൽ ബോർഡ് ഹൈക്കോടതിയിൽ കൊടുത്ത തീയതികളുടെ കാര്യത്തിൽ പിശകുണ്ടായെന്ന സംശയമുണ്ട്. 1998 സെപ്റ്റംബർ 4 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിൽ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതാണ്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിലുള്ളത് 1999 എന്നാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ചിരുന്ന പാളികൾ ചെമ്പല്ല, സ്വർണം പൊതിഞ്ഞവ തന്നെയായിരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ചീഫ് എഞ്ചിനീയർ രവികുമാർ 1997 മുതൽ 2013 വരെ ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ആയിരുന്നു രവികുമാർ. 1999 വിജയ് മല്യ ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലും പൊതിഞ്ഞിരുന്നു. പേപ്പറിന്റെ കനത്തിൽ സ്വർണ്ണ ഫോയിലുകളാക്കി പതിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ 7 പാളികളാണ് ക്ഷേത്രത്തിൽ പതിപ്പിച്ചത്. 1999 സ്വർണം പതിപ്പിച്ചതിന്റെ മഹസർ ശബരിമല ദേവസ്വത്തിലും പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ വിരമിക്കുന്ന 2013 വരെ ഇതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നും രവികുമാർ ഓർത്തെടുക്കുന്നു.